ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അവിടെ നിതീഷ് കുമാർ ചുട്ടുപൊള്ളുന്ന അഗ്നിക്കനലുകളിൽ നിൽക്കക്കള്ളിയില്ലാതെ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ്. രാജ്യമൊട്ടാകെ വോട്ട് കൊള്ളയുടെ ശരവർഷം തൊടുത്തുവിട്ട് രാഹുൽ ഗാന്ധി ബീഹാർ തെരുവിൽ വോട്ടധികാര യാത്രയുമായി ഗ്രാമാന്തരങ്ങളിലൂടെ ജനാധിപത്യത്തിൻ്റെ ഹൃദയം തേടി നടത്തിയ യാത്ര അധികാര ദുർഘടങ്ങളെയൊക്കെ കടപുഴക്കി കളഞ്ഞു. ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു സ്ഫോടനം തീർത്തു. ആ ബീഹാറിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ എന്ത് സംഭവിക്കുമെന്ന സർവേയാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. 243 നിയമസഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്കാണ് ബീഹാർ കടക്കുന്നത്. ബീഹാറിലെ 24 ജില്ലകളിലായുള്ള 60 മണ്ഡലങ്ങളിൽ കൃഷിയും കാലിവളർത്തലും ചെറുകിട കൃഷിയും ചെറുകിട കച്ചവടവുമൊക്കെയായി ജീവിക്കുന്ന ദളിത് ന്യൂനപക്ഷങ്ങളാണ്. ഇതുവഴിയാണ് ഒരു 60 മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ കണ്ണുകൾ എത്തുന്നത്. 19 സീറ്റുകൾക്കൊപ്പം, അതായത് സീതാമൗഢി, ചമ്പാരൻ, ദർഭംഗ മേഖലകളിൽ കൂടി കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് അറിയുന്നത്. സീമാഞ്ചൽ, മുംഗേർ, ഷേഖ്പുര എന്നിവിടങ്ങൾ കോൺഗ്രസിൻ്റെ സേഫ് സോണുകളാണ്. 50 മണ്ഡലങ്ങൾ എങ്കിലും കോൺഗ്രസ് നേരിട്ട് മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യം ബീഹാർ പിടിക്കുക എന്ന് തന്നെയാണ്. 243 സീറ്റുകളിൽ 126 സീറ്റുകൾ NDA സഖ്യം നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. 106-ൽ NDA സഖ്യവും 11 സീറ്റുകൾ മറ്റ് സഖ്യകക്ഷികളും നേടുമെന്നാണ് സർവേ ഫലം എടുത്തു കാണിക്കുന്നത്. ബീഹാറിനെ ഇളക്കി മറിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഒരു വലിയ മുന്നേറ്റം തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അധികാരത്തിൻ്റെ അപ്പകഷ്ണം രുചിച്ച് മോദിക്ക് സ്തുതി പാടിയവരുടെ ഇടയിലേക്കാണ് രാഹുൽ ഗാന്ധി, തേജസ്വി യാദവും പുതിയ സന്ദേശം പ്രസരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കുന്നതും അത് ബീഹാറിൻ്റെ സ്പന്ദനമായി മാറിയതും. ആ സ്പന്ദനമാണ് ഇന്ന് ബീഹാർ രാഷ്ട്രീയത്തെ ഉഴുതുമറിച്ച് കുതിച്ചു കയറുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ നിതീഷ് മോദിയുടെ ആധിപത്യം നശിപ്പിക്കപ്പെടും. അവിടെ പുതിയ സമവാക്യങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നതോടെ ഇന്ത്യ ടുഡേ പൊളിറ്റിക്കൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സർവേയിൽ വന്ന ഫലം പോലെ തേജസ്വി യാദവ് അവിടെ മുഖ്യമന്ത്രിയായി ബീഹാർ ഭരിക്കും. നിതീഷ് കുമാറിൻ്റെ ഭരണം കൊണ്ട് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുക എന്നതുകൊണ്ടാണ് തേജസ്വി യാദവിൻ്റെ വാക്കുകൾക്കായി ജനം ചെവികൾ കൂർപ്പിക്കുന്നത്. ബീഹാറിൽ മോദി തിരക്കിട്ട് നടപ്പിലാക്കിയ SIR വ്യാപക പരാതികളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നത്. വേണ്ടത്ര ചർച്ചകളോ സമയമോ എടുക്കാതെ SIR നടപ്പിലാക്കിയതിൽ വന്ന അപാകതകളാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. അതിലും മോദിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു ഉത്തരവും നൽകിയില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ സത്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ് ബീഹാറിൽ മുന്നേറ്റം നടത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന് സർവേ ഫലം വിളിച്ചു പറയുന്നത്. 243-ൽ 126 സീറ്റ് ഇന്ത്യ സഖ്യം പിടിക്കുകയും വീണ്ടും ഒന്നാഞ്ഞു പിടിച്ചാൽ 155 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം എത്തുകയും ചെയ്യും. ഇതാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. ബീഹാറിൽ നിതീഷ് ആധിപത്യം സ്ഥാപിച്ച് അധികാരത്തിൽ കയറിയ കാലത്തെ അവസാനിപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ രാഹുൽ നടത്തിയ വോട്ടധികാര യാത്രയുടെ ഫലങ്ങൾ തെളിയും. തേജസ്വി ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ഇന്ത്യ മുന്നണി പിടിച്ചടക്കുകയും ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഭദ്രമാകുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.